ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 9 2025 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഫേസ് 2 എക്സാമിനേഷനിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 101/2025. ഇതിലെ GK പാർട്ടും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പാർട്ടും നമ്മുടെ എയിം ഫോർ PSC ചാനലിൽ നേരത്തെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം പാർട്ടിലെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനോടൊപ്പം നമ്മുടെ എയിം ഫോർ PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ ഈ ഒരു വീഡിയോസ് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 10, 15, 24 ഈ മിനിറ്റുകളിൽ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ ഇവർ 8 മണിക്കായി ഒരുമിച്ച് അടിച്ചു. ഇനി മുഴങ്ങുന്നത്, ഇനി അത് കഴിഞ്ഞ് ഏത് സമയത്തായിരിക്കും ഇവ 3ഉം കൂടിയും ഒരുമിച്ച് അടിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ LCM കണ്ടെത്താം. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM, അതായത് ഈ 3 സംഖ്യ കൊണ്ട് ഇപ്പം ഒന്നാമത് ഏത് വെച്ചായിരിക്കും നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെയിം ആയിട്ട്, അതായത് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് എന്നിട്ട് കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം കൂടി ഗുണിക്കുമ്പോഴാണ്. ഞാനിവിടെ LCM ചെയ്ത് കാണിക്കാം. അതായത് 10നെ ഏത് വെച്ചാണ്? 10, 15, 24 ഞാൻ 2 വെച്ച് ചെയ്യാം. അപ്പോൾ 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് 5 കിട്ടും. 15നെ നമുക്ക് 2 വെച്ച് ഹരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഇവിടെ 15 തന്നെ ഞാൻ കൊടുക്കുകയാണ്. 24നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 12 കിട്ടും. ഇനി വീണ്ടും സംഖ്യകൾ ഏതൊക്കെ? 5, 15, 12. 12 എന്ന് പറയുന്ന സംഖ്യ വീണ്ടും 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 5-നൊരു മാറ്റവും ഇല്ല, 5 തന്നെയാണ്. കാരണം 5നെ 2 വെച്ച് നമുക്ക് ഹരിക്കാൻ കഴിയില്ല. പിന്നെ 15 ആണ്, അവയും 15നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ കഴിയത്തില്ല. ഇനി 12നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. ഇനി വീണ്ടും 2 വെച്ച് ഞാൻ ഈ സംഖ്യകൾ ഹരിക്കാവോ നോക്കും. ഇപ്പം 5ഉം 15ഉം എനിക്ക് അതേപടി തന്നെ എഴുതുകയാണ്. കാരണം അറിയാമല്ലോ, 2 വെച്ച് ഇവയെ ഹരിക്കാൻ കഴിയത്തില്ല. എന്നാൽ 6നെ 2 ഉപയോഗിച്ച് എനിക്ക് ഹരിക്കാൻ കഴിയും. അപ്പോൾ 3 ആണ് കിട്ടുന്നത്. ഇനിയും അടുത്തത് ഞാൻ 3 കൊണ്ട് ഇവയെ ഹരിക്കും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5നെ എനിക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് 5 എന്ന് തന്നെ ആയിരിക്കും. എന്നാൽ 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് 5 എന്ന് പറയുന്ന സംഖ്യ ലഭിക്കും. ഇനി 3നെ 3 കൊണ്ട് ഹരിക്കുകയാണ് 1. ഇനി വീണ്ടും 5 കൊണ്ട് ഞാൻ ഹരിക്കുന്നു. അപ്പോൾ ഇവിടെയും 1, ഇവിടെയും 1, ഓൾറെഡി ഇവിടെ 1 ലഭിച്ചാണ്. അതായത് LCM പാർട്ട് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളെ നമ്മൾ 2, 5, 3 അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ചുരുക്കി കൊണ്ടുവരിക. ലാസ്റ്റ് 1 കിട്ടുന്നിടം വരെ ചെയ്യുക. ഇനി ഇതിൻ്റെ LCM പാർട്ട് എത്രയാണെന്ന് കണ്ടെത്തണം അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം LCM എന്ന് എഴുതിയിട്ട് ഈ സംഖ്യകൾ, അതായത് എനിക്ക് ഈ സൈഡിൽ കിട്ടിയ ഈ സംഖ്യ 2 നമ്മൾ എന്തൊക്കെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇവ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ ഇവ ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. 2 ഇൻറ്റു 2 4 കിട്ടും. 4 ഇൻറ്റു 2 8. 8 ഇൻറ്റു 3 എത്രയാണ്? 24. ഞാനിവിടെ എഴുതി കാണിക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 കിട്ടും. 8 ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ 8 ഇൻറ്റു 3 എന്ന് ചെയ്യുമ്പം എനിക്ക് 24 കിട്ടും. 24 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 120 എന്നാണ് കിട്ടുന്നത്. അതായത് 120 മിനിറ്റിന് ശേഷമായിരിക്കും ഈ 3 മണികളും കൂടി ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പോൾ 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാ? രാവിലെ എത്ര മണിക്കാണ് ഇവർ അടിച്ചത്? 8 മണിക്ക് ഇവർ അടിച്ചു എന്നാണ് പറയുന്നത്. അതായത് 8 AM ഇവർ
ഒന്ന് ഒരുമിച്ചടിച്ചു. ഇനി 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? നമുക്കൊരു കാര്യം അറിയാം, 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ 2 മണിക്കൂറല്ലേ വരുന്നത്. അപ്പോൾ 8 + 2 8 മണി കഴിഞ്ഞ് 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 10 AM 10 രാവിലെ 10 മണിക്കായിരിക്കും ഇനിയും അടുത്തത് 8 മണിക്ക് ശേഷം ഈ 3 ബെല്ലുകളും കൂടി ഒരുമിച്ചടിക്കുന്ന 10 AM-നാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 72 രണ്ടാമത്തെ ചോദ്യമാണ്. 0.003 into 0.45 the whole divided by 0.009 equals to എത്രയാണ് കിട്ടുക എന്ന്. അപ്പോൾ ഞാനിവിടെ ഈ സംഖ്യകളെല്ലാം എഴുതാം. 0.003 into 0.45 the whole divided by 0.009. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം ഡെസിമൽ നമ്പേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ദശാംശ സംഖ്യകൾ എന്നാണ് പറയുന്നത്. തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിൽ നമ്മൾ ചെക്ക് ചെയ്യാം. ഇത് 3, ഇവിടെ 9 വരുന്നുണ്ട്, ഇവിടെ 45 വരുന്നുണ്ട്. ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ബന്ധമുള്ള നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇവരെ വെട്ടിച്ചുരുക്കാം. കണ്ടോ, പോയിന്റിന് ശേഷം 3 സംഖ്യകൾ, താഴെയും പോയിന്റിന് ശേഷം. ഇവയെ ഞാൻ ഈ ഒരു സംഖ്യയെ കൊണ്ട് ഈ ഒരു സംഖ്യ, അതായത് 0.003 കൊണ്ട് 0.009 എനിക്ക് വിട്ടുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 3 എന്ന് ലഭിക്കും. ഇനി 3-നെ ഞാൻ ഈ ഒരു സംഖ്യ, അതായത് 0.45-നെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 0.15 എന്ന ഉത്തരം ലഭിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇങ്ങനെ ഒരു സംഖ്യ കാണുമ്പോൾ, ഡെസിമൽ പ്ലേസുകളെല്ലാം കാണുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു വെപ്രാളമൊക്കെ വരുമായിരിക്കും, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ പോയിന്റ് മാറ്റി ചെയ്യാം. അതായത് മേലുള്ള സംഖ്യ ഒന്നുകൂടി ഞാൻ എഴുതാം. 0.003 into 0.45 by 0.009. അപ്പോൾ ഇതിൽ ഒരേപോലെയുള്ള ഡെസിമലിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ന്യൂമറേറ്റർ പാർട്ടിൽ അല്ലെങ്കിൽ അംശഭാഗത്ത് 0.003, അതായത് 3 അക്കങ്ങളാണുള്ളത്. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ ഛേദം ഭാഗത്തും എന്താണ് 0.009 3 അക്കങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റാം. അതായത് തമ്മിൽ 1000 വെച്ച് ഇൻറ്റു ചെയ്യുന്നു. അതായത് താഴത്തെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 1000 വെച്ച് ഗുണിക്കുമ്പോൾ എനിക്ക് മാറ്റാവുന്നതാണ്. അതായത് 0.003 ഇൻറ്റു 1000 ഇൻറ്റു 0.45 ഡിവൈഡഡ് ബൈ 0.009 ഇൻറ്റു 1000. അപ്പം മേളിൽ 1000 കൊണ്ട് ചെയ്താൽ നമ്മൾ താഴെയും 1000 കൊണ്ട് ചെയ്യാം. മേളിൽ ഞാൻ 100 കൊണ്ടാണ് ഗുണിച്ചിരുന്നെങ്കിൽ താഴെയും 100, മേളിൽ 10 ആണെങ്കിൽ താഴെയും 10. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതെന്തായി മാറും? ഈ മേളിലുള്ളത് 1000 കൊണ്ട് ഞാൻ ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് സ്ഥാനം ഇങ്ങോട്ട് മാറുകയാണ്, നേരത്തെ മേളിൽ കാണിച്ചതുപോലെ. അതായത് 3 ഇൻറ്റു 0.45 ബൈ 9. ഇവിടെ ഈ 0.45 ഞാൻ ഒന്നും ചെയ്തില്ല, അതേപടി തന്നെ നിൽക്കുകയാണ്. 3M ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഡെസിമൽ പ്ലേസ് മാറ്റുള്ളൂ. അപ്പോൾ 3യുടെ ടേബിളിൽ 3 തവണയാണ് ചെയ്യുമ്പോഴാണ് 3 തവണ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്. അപ്പോൾ ഞാൻ 9നെ 3 കൊണ്ട് ഞാൻ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കിട്ടും. ഇനി 0.45-നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 0.15 എന്നുള്ള ഉത്തരം കിട്ടും. ഇവിടെ ഇപ്പം ഞാനിത് 1000 കൊണ്ട് ഗുണിച്ചതെന്ന് വെച്ചാൽ ഡെസിമൽ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ തെറ്റാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഡെസിമൽ പ്ലേസ് മാറ്റി ചെയ്യുകയാണെങ്കിൽ ഒരു തുടക്കക്കാർക്കൊക്കെ കുഴപ്പമില്ലാതെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചിലപ്പം തെറ്റാൻ വരും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അല്ല, ഇപ്പം നമ്മൾ മാത്സ് ചെയ്ത് അത്യാവശ്യം നമുക്ക് കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി 0.15 ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത 73-ാമത്തെ ചോദ്യം.
108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത ഡാഷിനു സമാനമാണ്. അതായത് 108 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറയുമ്പോൾ 108 കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ ഏത് യൂണിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ, എല്ലാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം അറിയാം, കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ് അല്ലേ. അതെ. ഇനി മണിക്കൂറിനെ, ഹവറിനെ സെക്കൻഡ് ആക്കണം. 1 മണിക്കൂർ എന്ന് പറയുന്നത്, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ ഹവറിനെ, 1 മണിക്കൂർ എന്നുള്ളതിനെ ഞാൻ സെക്കൻഡ് ഫോമിലോട്ടാക്കണം. കാരണം മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് കൺവേർട്ട് ചെയ്യേണ്ടത്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പോൾ 108 കിലോമീറ്റർ പെർ അവറിനെ 108 ഇൻറ്റു 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ മീറ്റർ 1000 ബൈ ഹവറിനെ, മണിക്കൂറിനെ നമുക്ക് സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡുകളാണ്. അപ്പോൾ നമുക്കിതിനെ വെട്ടിച്ചുരുക്കുകയാണ്. ഞാൻ ഈ പൂജ്യവും കട്ട് ചെയ്യും, ഇവിടെയും ഇവിടെയും. ഇനി ഈ 10ഉം 36 ഇവ രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ 2ന്റെ ഗുണിതങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇവരെ 10നെ 36നെ 2 വെച്ച് ഞാൻ ഹരിക്കുകയാണ്. 10നെ ഞാൻ 2 വെച്ച് ഹരിച്ചാൽ 5 ലഭിക്കും. ഇനി 36നെ ഞാൻ 2 വെച്ച് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 18 കിട്ടും. അപ്പോൾ 108 ഇൻറ്റു 5/18. അപ്പോൾ എത്രയാണ്? 18ഉം 108ഉം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമുക്കൊരു കാര്യം അറിയാം, ഡയറക്റ്റ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഇവിടെ 108, താഴെ 18, ഇവ രണ്ടും 9ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 108നെ ഞാൻ 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 12 ലഭിക്കും. അതേപോലെ 18നെ ഞാൻ 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 ലഭിക്കും. ഇനി 12 ഇൻറ്റു 5 എത്രയാണ്? 12 ഇൻറ്റു 5 60 കിട്ടും. 60നെ താഴെ ഒരു 2 കിടപ്പുണ്ട്, 2 വെച്ച് ഹരിക്കണം. അപ്പോൾ എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉത്തരമായി ലഭിക്കുന്നത്. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഇനിയും വരാം. അതായത് കിലോമീറ്റർ പെർ ഹവറിനെ, കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുക മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാനായിട്ട് നിങ്ങൾ കൂട്ടുകാരിപ്പം 1000/3600 അല്ലെങ്കിൽ 1000/3600 എന്ന് വെച്ച് നമ്മളിപ്പോൾ ചെയ്ത സംഖ്യ ഇൻറ്റു ചെയ്യും. ഒരു ചുരുക്ക വഴിയുണ്ട്, കണ്ടില്ലേ? നമുക്ക് 5/18 എന്ന് കിട്ടിയത്, അത് ചെയ്താൽ മതി. അതായത് തന്നിരിക്കുന്ന 1 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യയെ ഞാൻ ആരുമായിട്ടാണ് ഗുണിക്കേണ്ടത്? 5/18. അതാണ് നമ്മളിവിടെ ചെയ്തത്. 1000/3600നെ വെട്ടിച്ചുരുക്കുമ്പോൾ 5/18. ഇപ്പം വലിയ സംഖ്യ വേണ്ട, ചെറിയ സംഖ്യ കൊണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ 108നെ 5/18 കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് 30 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ടതാണ്. കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 വെച്ച് കിലോമീറ്റർ പെർ അവറിനെ ഗുണിക്കുക. ഇനി ഇങ്ങനെ ഈ ഡിസ്റ്റൻസ്, നമുക്ക് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യാൻ, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും സ്പീഡ് കണ്ടുപിടിക്കാനും ടൈം കണ്ടുപിടിക്കാനുമുള്ള ക്വസ്റ്റ്യൻസിൽ വരുമ്പം ധാരാളം ഇങ്ങനെ വരും. കിലോമീറ്റർ പെർ അവറിലായിരിക്കും നമുക്ക് സ്പീഡ് തരിക, ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തെന്നൊക്കെ മീറ്ററിൽ കണ്ടുപിടിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് ഇൻറ്റു തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് ഗുണിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുകൊണ്ട് കൂട്ടുകാർ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 74ാമത്തെ ചോദ്യം. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും.
24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 16 പുരുഷന്മാര് എത്ര ദിവസം? 30 ദിവസമാണ് എടുക്കുന്നത് ഒരു ജോലി പൂർത്തിയാക്കാൻ. ഇനി 24 പുരുഷന്മാർക്ക് 24 മെൻ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? അതായത് സെയിം ജോലി തന്നെയാണ്. ഇതേ സെയിം ജോലി പൂർത്തിയാക്കാൻ അവർക്ക് എത്ര ഡേയ്സ് വേണം എന്നാണ്, അല്ലെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടെത്താം. അതായത് M1 ആൾക്കാർക്ക് D1 ഡേയ്സ് വേണമെങ്കിൽ ഒരു ജോലി പൂർത്തിയാക്കാൻ, അതേ ജോലി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് M2 ആൾക്കാർക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ D2 ഡേയ്സ് മതിയാകും എന്ന്. അതായത് M1 D1 ഈക്വൽ ടു M2 D2. ഇവിടെ എന്താണ്, ജോലി സെയിം അല്ലേ, ജോലിയുടെ അളവ് സെയിം ആണ്. ആ ജോലി പൂർത്തിയാക്കാൻ ആൾക്കാരുടെ എണ്ണവും ഡേയ്സിൻ്റെ എണ്ണമാണ് വ്യത്യാസം വരുന്നത്, പക്ഷേ ജോലി സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എത്ര ആൾ വന്നോ അതിനെ നമ്മൾ എത്ര ഡേയ്സ് ഉണ്ടോ തമ്മിൽ ഗുണിക്കുക. അത് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ എത്ര ആൾക്കാരുണ്ടോ, M2 എന്ന പാർട്ടിൽ എത്ര ആൾക്കാരുണ്ടോ D2 എന്ന പാർട്ടിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. നമുക്കിവിടെ ചെയ്ത് നോക്കാം. നമുക്കിവിടെ എത്ര ഡേയ്സ് ആണ്? ഇവിടെ നമുക്ക് M1നെ ഞാൻ 16 ആക്കി എടുക്കുന്നു, D2നെ ഞാൻ 30 ആയിട്ട് എടുക്കുന്നു, M2നെ ഞാൻ 24 ആക്കി എടുക്കുന്നു. D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 16 × 30 ഈക്വൽ ടു 24 × D2. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഞാൻ 24നെ D2 ആയിട്ട് ഗുണിക്കുകയായിരുന്നല്ലോ. ഈ 24നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ 24 ഹരിക്കും. അതായത് ഇങ്ങനെ എഴുതാം, 16 × 30, അതിനൊരു മാറ്റവും ഇല്ല, ബൈ 24 ഈക്വൽ ടു D2. ഇനി നമുക്കിവരെ മൾട്ടിപ്ലൈ ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ നോക്കുക, 24ഉം 16ഉം ഇവർ രണ്ടുപേരും നമ്മുടെ 8ൻ്റെ പട്ടികയിലുള്ളവരാണ്. 8 × 2 ചെയ്താൽ 16ഉം അതേപോലെ 8 × 3 ചെയ്താൽ 24ഉം കിട്ടും. അതുകൊണ്ട് ഈ രണ്ട് സംഖ്യയും ഞാൻ 8 കൊണ്ട് ഹരിക്കുകയാണ്. 24നെ ഞാൻ 8 കൊണ്ട് ഹരിച്ചാൽ എനിക്കിവിടെ 3 കിട്ടും. 16നെ 8 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 2 ആണ് കിട്ടുന്നത്. ഇനി നേരിൽ ന്യൂമറേറ്റർ ഭാഗത്ത്, അതായത് അംശം ഭാഗത്ത് 30 അവശേഷിക്കുന്നു. 2ഉം 30ഉം ആണ് ഉള്ളത്. താഴെ ഒരു 3ഉം ആണ് അവശേഷിക്കുന്നത്. ഈ 3നെ ഉപയോഗിച്ച് ഞാൻ 30നെ ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 10 ലഭിക്കും അല്ലേ? അപ്പോൾ ഇനി 2 × 10, 2 × 10 മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. 2 × 10 D2 എന്ന് കിട്ടുന്നത്. അതായത് എത്രയാണ് D2ൻ്റെ ഉത്തരം? 2 × 10 ചെയ്താൽ നമുക്ക് 20 എന്നാണ് കിട്ടുന്നത്. അതായത് 20 ഡേയ്സ് ആണ് ഇവർക്ക് വേണ്ടത്. 24 പേർക്ക് 20 ഡേയ്സ് കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ പറ്റും. അതായത് ഓപ്ഷൻ ബി ആണ്, 20 ഡേയ്സ്, 20 ദിവസമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഇക്വേഷൻ ആണ്, ഇങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ M1 D1 ഈക്വൽ ടു M2 D2. ഇത് ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കൂട്ടുകാർ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യേണ്ടതാണ്. ഇത് പല പരീക്ഷകൾക്കും ഇനി നമുക്ക് പല എക്സാംസിനും ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് വരുന്നതാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുമുണ്ട്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. 75ാമത്തെ ചോദ്യം. 24 സെൻറ്റിമീറ്റർ ഉയരവും 6 സെൻറ്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം എത്രയാണ്? അതായത് ഇവിടെ നമുക്ക് ഒരു കോണായിരുന്നു ആദ്യം തന്നിരുന്നത്. അതായത് ദേ ഇതാണ് ഒരു കോണ്. അതെന്താണ്, എത്രയാണ് തന്നിരിക്കുന്നത്? അതിൻ്റെ ഹൈറ്റ് h എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 24 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ബേസ് റേഡിയസ്, അതായത് ഈ ബേസ് ഭാഗത്തുള്ള ഈ ഭാഗത്തെ റേഡിയസ് എത്രയാണ്? 6 = 6 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോണിനെ അവരെന്താ ചെയ്തത്? കോണിനെ അവരൊരു ഗോളമാക്കി മാറ്റി. ഗോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പിയർ ആക്കി മാറ്റി. ഗോളം അഥവാ സ്പിയർ ആക്കിയാണ് അവർ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇവരുടെ വോളിയത്തിന് ചേഞ്ച് വരത്തില്ല. ബാക്കി അളവുകൾക്ക് മാറ്റം വന്നാലും കോണിൻ്റെ വോളിയം ഓഫ് കോൺ
എപ്പോഴും സ്പിയർ അതായത് ഗോളത്തിൻ്റെ വോളിയവും സെയിം ആയിരിക്കും എന്നാണ് അതിവിടെ തന്നിട്ടുണ്ട്. കാരണം എന്താ, ഉരുക്കി ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നാണ്. ഉരുക്കി അതിനെ രൂപമാറ്റം നടത്തി എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വോളിയം, കോണിൻ്റെ വോളിയവും സ്പിയറിൻ്റെ വോളിയവും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് കോണിനെ ഞാൻ വോൾ സി എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇക്വേഷൻ നമുക്കറിയാം, 1/3 പൈ ആർ സ്ക്വയർ എച്ച്. എത്രയാണ് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അടുത്തത് ഗോളത്തിൻ്റെ, അതായത് വോളിയം ഓഫ് സ്പിയർ, ഞാൻ വോൾ സ്പിയർ എന്നാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 4/3 പൈ ആർ ക്യൂബ്. എത്രയാണ്? സ്പിയറിൻ്റെ ഇക്വേഷൻ എന്താണ്? 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷനെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ ക്യൂബും അതേപോലെ തന്നെ കോണും അതേപോലെ ഒരു സ്പിയറും ഉള്ളതുകൊണ്ട് നിങ്ങൾ റേഡിയസിന്, ഇവിടെ ഞാൻ കോണിൻ്റെ റേഡിയസിന് RC എന്നും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടും അതേപോലെ സ്പിയറിൻ്റെ റേഡിയസിന് RS എന്നും കൊടുക്കുകയാണ്. അപ്പോൾ വോളിയത്തിൻ്റെ കോണിൻ്റെ വോളിയം 1/3 പൈ RC സ്ക്വയർ എച്ച് എന്നും സ്പിയറിൻ്റെ വോളിയം 4/3 പൈ RS ക്യൂബ് എന്നും ഇട്ടേക്കുക. അതുപോലെ ഈ ഇക്വേഷനും ഞാൻ RC എന്നും RS എന്നും കൊടുക്കുകയാണ്. അപ്പം നമുക്ക് സ്പിയറിൻ്റെ റേഡിയസ് ആണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ആരമാണ് കണ്ടെത്തേണ്ടത്. ഇനി നമുക്കിവിടെ നിന്ന് കോമൺ ആയിട്ടുള്ള ടേംസിനെ, ഒരേപോലെ ഉള്ളവരെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെയും ഒരു 3 ഉണ്ട്, ഇവിടെയും ഒരു 3 ഉണ്ട്. അപ്പോൾ ഈ 2 3 ഞാൻ ക്യാൻസൽ ചെയ്ത്, അതേപോലെ പൈ എന്ന് പറയുന്ന വാല്യൂ അത് സെയിം തന്നെ, അവരെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇവിടെ മിച്ചം വരുന്നതിന് RC സ്ക്വയർ എച്ച് ഈക്വൽ ടു 4R ക്യൂബ്. അപ്പോൾ RC, നമുക്ക് കോണിൻ്റെ റേഡിയസ് എത്രയായിരുന്നു തന്നിരുന്നത്? 6 സെൻറ്റിമീറ്റർ അല്ലേ തന്നിരുന്നത്? അപ്പോൾ 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ് തന്നിരുന്നത്? കോണിൻ്റെ 24 സെൻറ്റിമീറ്റർ ആണ് ഉയരം നമുക്ക് തന്നിരുന്നത്. അപ്പോൾ 24 ഈക്വൽ ടു 4 ഇൻറ്റു RS ക്യൂബ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 4നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഗുണിക്കുന്നതായതുകൊണ്ട് താഴെ വരുമ്പോൾ ഹരിക്കുകയാണ് ചെയ്യുന്നത്, താഴെയല്ല, ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ അതിനെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 സ്ക്വയർ ഇൻറ്റു 24/4 ഈക്വൽ ടു RS ക്യൂബ്. അപ്പോൾ 4 24 6 സ്ക്വയർ. നമുക്കറിയാം 4ൻ്റെ പട്ടികയിൽ 24 ഉണ്ട്. 24നെ 4 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് 6 കിട്ടുന്നത്. അപ്പോൾ ഇനി നോക്കിക്കേ, ഇവിടെ 6 സ്ക്വയറും ഇൻറ്റു 6 എന്നാണ് വന്നിരുന്നത്. അതായത് ഇപ്പം 3 തവണ 6നെ ഇൻറ്റു ചെയ്യല്ലേ. അപ്പോൾ 6 ക്യൂബ് എന്ന് എനിക്ക് എഴുതാമല്ലോ, ഈക്വൽ ടു RS ക്യൂബ് എന്ന് വരും. അതായത് എത്രയാ റേഡിയസ് എത്രയാണ്? ഈ ക്യൂബ് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എത്രയാണ്? RS റേഡിയസ് ഓഫ് സ്പിയർ അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ആരം എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഓപ്ഷൻ A ആണ് ഉത്തരമാണ് വരുന്നത്, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കോണ്, അതേപോലെ സ്പിയർ, സിലിണ്ടർ, ഇതിൻ്റെയൊക്കെ വോളിയം ഒക്കെ വോളിയത്തിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ, പഠിക്കേണ്ടതാണ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. 76ാമത്തെ ചോദ്യം, ഒറ്റ ആനെ കണ്ടെത്തുക. ഓഡ് വൺ ഔട്ട്, ഒരു മെന്റലബിലിറ്റി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് ശ്രദ്ധിക്കാം. 24, 72, 36, 168. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരെല്ലാം ഈവൻ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വെട്ടാൻ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ, ക്യാൻസൽ ചെയ്യാനോ പറ്റത്തില്ല. ഇനി അടുത്ത നോക്കാം. ഇവർ വല്ലവരും പ്രൈം നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇരട്ട സംഖ്യകളാണെങ്കിൽ പിന്നെ നോക്കണ്ട, പ്രൈം നമ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 12ൻ്റെ ഗുണിതങ്ങളാണ് തന്നിരിക്കുന്ന എല്ലാം. അതായത് 24, 72, 36, 168. അപ്പോൾ ഞാൻ 24നെ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 2 ലഭിക്കും. അതേപോലെ 72നെ ഞാൻ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 6 ലഭിക്കും. 36നെ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 3 കിട്ടും. അതേപോലെ 168നെ ഞാൻ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ
അതുപോലെ 168 ഞാൻ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 14 ആയിരിക്കും ലഭിക്കുക. അപ്പോൾ 12 വെച്ച് ചെയ്ത് നമുക്കിതിനെ ഓഡ് വൺ ഔട്ടിനെ അല്ലെങ്കിൽ ഒറ്റയനെ കണ്ടെത്താൻ പറ്റുകയില്ലെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഇവരാരെങ്കിലും ക്യൂബുകളാണോ അല്ലെങ്കിൽ സ്ക്വയറുകളാണോ? തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം നോക്കുന്നു. ഇവയാരും തന്നെ ക്യൂബുകളല്ല, 24 അല്ല, 72 അല്ല, 36 ക്യൂബ് അല്ല, 168 ക്യൂബ് അല്ല. ഇനി സ്ക്വയറുകളാണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് 36 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ് അല്ലേ? ആരുടെ സ്ക്വയർ ആണ്? 6 സ്ക്വയർ. 6 × 6 ചെയ്താൽ നമുക്ക് 36 ലഭിക്കും. അപ്പോൾ ഇവിടുത്തെ ആരാണ് ഉത്തരം? ഓപ്ഷൻ സി. ഒറ്റയാനായി വരുന്നത് ആരാണ്? ഓപ്ഷൻ സി. 36 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കിട്ടുമ്പോഴേ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഈവൻ നമ്പർ ആണോ, ഓഡ് നമ്പർ ആണോ, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണോ, സ്ക്വയർ ആണോ, ക്യൂബ് ആണോ, അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. കൂട്ടുകാർക്കപ്പം ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പാർട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ aim4psc ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ aim4psc ടെലിഗ്രാം ചാനലിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഒന്നിരാടം ദിവസം നമ്മൾ PSCയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതോടൊപ്പം തന്നെ OMR നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്ത് നോക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ നമുക്ക് ഈ ക്ലാസ്സുകൾ കണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ കഴിയുന്നത്രയും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 77ാമത്തെ ചോദ്യം. 0, 6, 24, 60 അടുത്ത ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0, 6, 24, 60 ഇതും മെൻ്റൽ എബിലിറ്റി പാർട്ടിൽ ഒരു ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇവരൊരു AP ആണോ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നോക്കണം. അതായത് കോമൺ ഡിഫറൻസ് സെയിം ആണോ എങ്കിൽ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. AP അല്ല, കാരണം 0യും 6ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 6ആണ്. എന്നാൽ 6ഉം അടുത്തത് 24 ആണ്, 24 വന്നിരിക്കുന്നത്. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 18ആണ്. 6ൻ്റെ കൂടെ 18 കൂട്ടിയാലേ ഉള്ളൂ നമുക്ക് 24 ലഭിക്കുകയുള്ളൂ. 24ൻ്റെ കൂടെ ഞാൻ 36നെ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് 60 കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ താഴെ ശ്രദ്ധിക്കുക, ഞാൻ ഈ എഴുതിയ വട്ടത്തിൽ വരച്ചിരിക്കുന്ന 6, 18, 36 ഇവയെല്ലാം 6നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 18 കിട്ടി. 18ൻ്റെ ഇരട്ടിയാണ് 36. അപ്പോൾ ഒരു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 6നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 18 കിട്ടുന്നത്. 18 ആഡ് ചെയ്താണ് 24. 6നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 36. സ്വാഭാവികമായിട്ടും 6നെ 9 കൊണ്ട് ഗുണിച്ചാൽ 54 കിട്ടും. 54 ആഡ് ചെയ്ത് 60ൻ്റെ ഒപ്പം ആഡ് ചെയ്യുമ്പം അടുത്ത ടേമായി വരാം. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ അവിടെ 114 വരേണ്ട അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ സ്ക്വയറുകൾ തമ്മിലാണോ വല്ലതും ബന്ധമുണ്ടോ? അതായത് ഈ തന്നിരിക്കുന്ന നമ്പറിൽ ആരെങ്കിലും സ്ക്വയർ ഉണ്ടോ നമുക്ക് നോക്കാം. 0, 6, 24, 60 സ്ക്വയറുകളൊന്നുമില്ല. ഇനി ഇവരുടെ അടുത്തുള്ളത് സ്ക്വയർ ഏതാണെന്ന് നോക്കാം. 0യ്ക്ക് തൊട്ടടുത്ത സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 എന്നേ പറയാൻ പറ്റുള്ളൂ. 1 സ്ക്വയർ മൈനസ് 1 എന്ന് വല്ലതും എഴുതിയാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇത് 2 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ? 2 സ്ക്വയർ ഇവിടെ +2 ചെയ്താലേ നമുക്ക് 6 കിട്ടത്തുള്ളൂ. ഒരു ഓർഡർ വരുന്നില്ല. അതേപോലെ 24ൻ്റെ അടുത്തുള്ള സ്ക്വയർ നമുക്ക് 25. അതായത് 5 സ്ക്വയറിൽ നിന്നും നമ്മൾ 1 കുറച്ചാൽ മാത്രമേ 24 കിട്ടത്തുള്ളൂ. അപ്പം ഇതിനൊരു ഓർഡർ ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്ക്വയറും വെച്ച് ഇതിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്ക്വയർ വെച്ച് ഇതിനെ പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് ക്യൂബ് വെച്ചാണ്. ക്യൂബുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഒരേ ഓർഡറിലാണോ പോണത് നമുക്ക് ചെക്ക് ചെയ്യാം. 1 ക്യൂബ് -1 ചെയ്ത് നോക്കാം. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 - 1 എന്ന് പറയുമ്പോൾ 0. നമുക്ക് ഫസ്റ്റ് ടേം ഏതാണ്? നമ്മുടെ ടേമുകൾ 0, 6, 24, 60 അടുത്ത ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 0, ഓക്കെ 0 കിട്ടി. അപ്പോൾ നമുക്ക് 0 കണ്ടുപിടിച്ചു. ഇനി
2 ക്യൂബ് 1 കഴിഞ്ഞാൽ 2 ആണ്. 2 ക്യൂബ് -2 നമുക്ക് കൊടുത്ത് നോക്കാം. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8ൽ നിന്നും 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇതാ രണ്ടാമത്തെ ടേമും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലായി ക്യൂബ് റിലേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബിൽ നിന്നും 3 കുറച്ച് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1 ക്യൂബിൽ നിന്നും 1, 2 ക്യൂബിൽ നിന്നും 2. അപ്പോൾ 3 ക്യൂബിൽ നിന്നും 3 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 9. അതിൻ്റെ കൂടെ ഒരു 3യും കൂടി നമ്മൾ ഗുണിക്കുമ്പോൾ 27. 27ൽ നിന്നും 3 കുറച്ചാൽ നമുക്ക് എത്ര? 24. 24 ലഭിക്കുക. അതായത് ഇതിൻ്റെ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഏതായിരിക്കും? 4 ക്യൂബ് -4. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. 64ൽ നിന്നും 4 കുറയ്ക്കുകയാണ് 60. നമ്മുടെ അടുത്ത ടേം അതായിരുന്നു. ഇനിയുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ടേം ഏതാണ് വരുന്നത്? 4 ക്യൂബ് എന്ന് പറഞ്ഞു. ഇനി 4ന് ശേഷം ഏതാണ്? 5 ക്യൂബാണ് വരുന്നത്. 5 ക്യൂബിൽ നിന്നും ആരെയാണ്? 5നെയാണ് കുറയ്ക്കേണ്ടത്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. 125ൽ നിന്നും 5നെ കുറയ്ക്കുമ്പോൾ നമുക്ക് 120 ആണ് വരുന്നത്. അതായത് നമ്മുടെ ഉത്തരം 120 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. 78ാമത്തെ ചോദ്യം. WFB, TGD, QHG. ഇനി അടുത്ത സീക്വൻസ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. WFB. അടുത്ത എന്തായിരുന്നു? TGD. ഇനിയും QHG. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. WTQ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവർ അടുത്തടുത്തുള്ളവരാണല്ലോ. ഇവർ തമ്മിൽ ഡബ്ല്യുവിന് മുമ്പാണ് ടി എന്ന് നമുക്കറിയാം, ടിക്ക് മുമ്പാണ് ക്യൂ എന്ന് നമുക്കറിയാം. അതായത് തിരിച്ചൊന്ന് നോക്കാം. QTW. ക്യൂ കഴിഞ്ഞ് നമുക്കറിയാം ക്യൂ ആറും എസും കഴിഞ്ഞാൽ നമുക്ക് ടി കിട്ടും അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ടി കഴിഞ്ഞോ UVW വരുന്നത്. അതായത് ഡബ്ല്യുവിന് മുമ്പുള്ള രണ്ട് ആൽഫബറ്റുകൾക്കപ്പുറമുള്ള ടി, അത് കഴിഞ്ഞ് ടിക്ക് 2 ആൽഫബറ്റുകൾക്കപ്പുറമുള്ള ക്യൂവിനെ ചൂസ് ചെയ്തു. അപ്പോൾ ക്യൂവിന് 2 ആൽഫബറ്റ് മുമ്പുള്ള ആരാണ്? പിയും. ക്യൂവിന് മുമ്പുള്ളത് ആരാണ്? പിയും ഒയും. ഒയ്ക്ക് മുമ്പുള്ള N. അതായത് N ആണ് അടുത്ത ടേം ആയിട്ട് വരിക. അപ്പോൾ നമ്മളിവിടെ നോക്കണം, N എന്ന് പറയുന്ന ഒരു ടേം കിട്ടി. നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യണം. എല്ലാവരും N ആണ്, പക്ഷെ ഡി ഓപ്ഷൻ O ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനെ കട്ട് ചെയ്യാം. ഇവിടെ എന്താണ് ചെയ്തത്? നമുക്ക് തമ്മിലുള്ള ആൽഫബറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയിരിക്കുന്നത്. അപ്പം എല്ലായിടത്തും 2 സംഖ്യകൾ അല്ലെങ്കിൽ 2 ആൽഫബറ്റുകൾ പുറകോട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ N എന്ന് പറയുന്ന ആൽഫബറ്റിൽ എത്തിയത്. FGH എന്ന് പറഞ്ഞ് എഫ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൽഫബറ്റ് ആണ് ജി വരുന്നത്. ജി കഴിഞ്ഞുള്ള തൊട്ടടുത്ത ആൽഫബറ്റ് ആണ് നമുക്ക് എച്ച് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും എച്ച് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ആൽഫബറ്റ് ഏതാണ്? HI ആയിരിക്കും വരുന്നത്. അപ്പോൾ NI ആണ് അടുത്തത്. അപ്പം NI വരുന്ന ഓപ്ഷനുകൾ മാത്രം എടുക്കുക. N കഴിഞ്ഞ I വരാത്ത ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം എയും ബിയും അതാണ്. സി ഓപ്ഷൻ NJ ആണ്. അപ്പോൾ സി അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ആൽഫബറ്റ് ഏതാന്ന് നോക്കണം. തേർഡ്, അതായത് BDGക്കകത്ത് നോക്കണം. ബി കഴിഞ്ഞ് ഡി വരുന്നതും ഡി കഴിഞ്ഞ് ജി വരുന്നതും നമുക്ക് നോക്കാം. സി എന്ന ആൽഫബറ്റിന് ശേഷം ഡി വരും. ഡിക്ക് ശേഷം എഫിന് ശേഷമാണ് ജി വരുന്നത്. അതായത് ഇവിടെ ഒരു ആൽഫബറ്റ് കഴിഞ്ഞാണ് അടുത്ത ആൽഫബറ്റ് നമ്മൾ എടുത്തത്. ഇവിടെ 2 ആൽഫബറ്റിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ 3 ആൽഫബറ്റിന് ശേഷമായിരിക്കും. അപ്പോൾ ജി കഴിയുമ്പോൾ എച്ച് കഴിഞ്ഞാൽ ഐ കഴിഞ്ഞാൽ ജെ. അപ്പോൾ ഇവിടെ കെ ആയിരിക്കും അടുത്ത വരുന്നത്. അതായത് NIK ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. NIK ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആൽഫബറ്റുകൾ തമ്മിലുള്ള എത്ര ആൽഫബറ്റുകൾ തമ്മിലാണ് വ്യത്യാസം വരുന്നത്, സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതേ രീതിയായിരിക്കും അടുത്തത് വരുന്നത്. 2 ആൽഫബറ്റുകൾ തമ്മിലുള്ള നമ്പേഴ്സ് 2 ആണെങ്കിൽ, അല്ലെങ്കിൽ ആൽഫബറ്റുകളുടെ എണ്ണം 2 ആണെങ്കിൽ അടുത്ത ആൽഫബറ്റും അതേ രീതിയായിരിക്കും. ഇല്ലെങ്കിൽ അത് ഇൻക്രിമെന്റ് ചെയ്ത്, ഇപ്പോൾ ലാസ്റ്റത്തെ പറഞ്ഞ പോലെ ബി കഴിഞ്ഞ് ഡി വരുന്ന സി എന്ന് പറയുന്നതിനെ നമ്മൾ ഔട്ടാക്കി
അത് കഴിഞ്ഞ് 2 ആൽഫബറ്റുകൾക്ക് ശേഷമാണ് ഇയും എഫും കഴിഞ്ഞാണ് ജി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് 3 ആൽഫബറ്റ് എഴുതി. ഇങ്ങനെയൊക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയാണ് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത 79ാമത്തെ ചോദ്യം. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി. അതായത് 6/9/2022 കഴിഞ്ഞ് 8 മാസം അല്ലെങ്കിൽ മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകും തീയതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാമോ എന്ന് ആദ്യം നോക്കണം. ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2022 അതായത് 6/09/2022 തന്നിരിക്കുന്നത്. അതായത് എന്താണ്, സെപ്റ്റംബർ മാസമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെപ്റ്റംബർ മാസം കഴിഞ്ഞാൽ 3 മാസം കൂടി കഴിയുമ്പോൾ, അതായത് ഡിസംബർ 12, അപ്പോൾ പിന്നെ അടുത്ത വർഷമാണ് വരുന്നത്. നമുക്ക് എന്താണ് 8 മാസത്തിന് ശേഷമുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാലും നമ്മുടെ ഉത്തരം ഒരിക്കലും 2022 വരത്തില്ല. അങ്ങനെ നമുക്ക് ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ഇവിടെ 12/4 എന്നാണ് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത്. 4-ാം മാസവും 5-ാം മാസവും ഈ രണ്ടും സെപ്റ്റംബറിന് മുമ്പുള്ള ഏപ്രിലും മെയ് മാസവുമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ഉത്തരമായി വരികയില്ല. ഇനി നമ്മൾക്ക് 2 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. 2023 മെയ് മാസമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബറിന് ശേഷം നമുക്ക് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8-ാം മാസമാണ് മെയ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് 6-ാം തീയതി 6/9/2022 എന്ന് കഴിഞ്ഞ് 8 മാസം കണക്ക് കൂട്ടുമ്പോൾ 8 മാസം കഴിയുമ്പോൾ എന്താകും? അത് 6/05/2023 ആകും. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് 8 മാസം 7 ദിവസം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം പൂർത്തിയാകുന്ന തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്, 7 ദിവസം. അപ്പോൾ 6-നെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 6, 7, 8, 9, 10, 11, 12. അതായത് 1, 2, 3, 4, 5, 6, 7. 6-നെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മളിവിടെ കണക്ക് കൂട്ടാൻ. അപ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത്? 12. നമ്മൾ 6-നെ ഇൻക്ലൂഡ് ചെയ്യാതെ 7 ദിവസം കണക്ക് കൂട്ടുമ്പോൾ എന്താ, ഇവിടെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 വരുമ്പോൾ 13. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ നമ്മൾ 6-നെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം. അതായത് 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി എന്നാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. അതായത് ഉത്തരം വരുന്നത് എത്രയാണ്? 12/05/2023. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് 80ാമത്തെ ചോദ്യം. E = 5, PEN pen = 35 എങ്കിൽ PAGE പേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് E = 5, pen PEN = 35, പേജ് PAGE = എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഇയുടെ വാല്യൂ 5 എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ആൽഫബറ്റുകൾ ഒന്ന് എണ്ണി നോക്കിക്കേ. ABCDE 5ാമത്തെ ലെറ്റർ ആണ് ഇ അല്ലേ? പൊസിഷൻ വെച്ച് വരുമ്പം ഇയുടെ പൊസിഷൻ 5 ആണ്. അങ്ങനെയാണ് ഇക്ക് 5 എന്ന് വാല്യൂ കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഫസ്റ്റ് കാര്യത്തിൽ നിന്നും ക്ലൂവിൽ നിന്നും നമുക്ക് മനസ്സിലായി എന്താണ്, ഇതെല്ലാം പൊസിഷൻ വൈസ് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ പൊസിഷൻസ് നോക്കാം. PEN അതായത് പിയുടെ പൊസിഷൻ പ്ലസ് ഇയുടെ പൊസിഷൻ പ്ലസ് എന്നിൻ്റെ പൊസിഷൻ എന്ന് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. പി നമ്മുടെ ആൽഫബറ്റുകൾ നമുക്ക് 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. അതിൽ പിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്, പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. ആൽഫബറ്റിൽ 16ാമത്തെ
ആൽഫബറ്റ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 16ാമത്തെ ആൽഫബറ്റ് ആണ് പി. പിന്നെ നമുക്ക് ഈടെ അറിയാം 5N. എന്നോ 2 ആൽഫബറ്റ് പുറകിലായിരിക്കും. പിയും എന്നും നമുക്കറിയാം. NOP എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ ഇത് 14 വരുന്നത്. ഇവയെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 35 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതേ റൂള്, ഇത് കറക്റ്റാണ് നമ്മൾ ചെന്ന് വന്ന റൂള്. അപ്പോൾ ഇനി പേജിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. PAGE. പിയുടെ പൊസിഷൻ നമുക്കിപ്പോൾ മനസ്സിലായിരുന്നു. എത്രയാണ്? 16. A എല്ലാവർക്കും അറിയാം, ദ ഫസ്റ്റ് ആൽഫബറ്റ് A. ആൻഡ് G എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജിയുടെ വാല്യൂ എത്രയാണ്? 7 ആണ് ജിയുടെ പൊസിഷൻ. ആൻഡ് ഇയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് ക്വസ്റ്റൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 5. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 16 + 1 17, 17 + 7 നമുക്ക് 24 എന്ന് കിട്ടും. 24 + 5 നമുക്ക് 29. അതായത് നമ്മുടെ ഉത്തരം വരുന്നത് ഇവയെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് 29 എന്നാണ് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ Info-PSC ടെലിഗ്രാം ചാനലിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് OMRൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങളുടെ വരുന്ന സംശയങ്ങളെല്ലാം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ട് Info-PSC ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസും Info-PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. കൂട്ടുകാർ അത് കാണേണ്ടതാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.